ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഷു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാനും കമ്പത്തിൽ കത്തിക്കാനൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തലേദിവസത്തെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വിഷു വ്ളോഗ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും, കാരണം നാട്ടിൽ വന്ന ശേഷം വെള്ളം മാറിയതിൻ്റെ തോന്നണം കേട്ടോ. എനിക്ക് ഇന്ന് സൗണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. വിഷു വ്ളോഗ് ഇവിടെ ഭയങ്കരമായിട്ട് ലേറ്റായെന്ന് അറിയാം, എല്ലാവരും ക്ഷമിക്കണം. കാരണം ഭയങ്കര തിരക്കാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിരിക്കും. എഡിറ്റ് ചെയ്യാൻ ഒട്ടും ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ വിഷുവൊക്കെ അടിച്ച് പൊളിച്ചോട്ട്, അതായത് മേമയുടെ മോളും അതുപോലെ ചേച്ചിയുടെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇതെല്ലാം അടിച്ച് പൊളിച്ച് ഇപ്രാവശ്യത്തെ വിഷു നാട്ടിൽ വന്ന ശേഷം വീഡിയോസ് നല്ല രീതിയിൽ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് കേട്ടോ. അതായത് വിഷു വ്ളോഗ് അടിപൊളിയായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. ഞാൻ പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങൾ കാരണം നമുക്ക് വീഡിയോസ് നല്ല എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നെറ്റിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റാണ്ടായത്. അനിയത്തൊക്കെ നന്നായിട്ട് പടക്കം പൊട്ടിക്കോട്ടോ. അവൾക്കൊന്നും പേടിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അതുകൊണ്ട് ഞാൻ പടക്കമൊന്നും പൊട്ടിച്ചില്ല. അപ്പോൾ അനിയത്തി മേട്ടനും കൂടിയിട്ടാണ് കേട്ടോ പടക്കം നന്നായിട്ട് പൊട്ടിച്ചത്. വിഷുക്കണിയൊക്കെ കണ്ടു കേട്ടോ. ഇനി നമുക്ക് പടക്കം കമ്പത്തിലേക്ക് കത്തിക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അടിച്ച് പൊളിച്ചു കേട്ടോ വിഷു. കാരണം ചേട്ടൻ നാട്ടിൽ കുറേ വർഷം ഇങ്ങനെ വിഷു ആഘോഷിച്ചു കേട്ടോ നാട്ടിൽ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എല്ലാം കൊണ്ട് ആഘോഷിക്കാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞങ്ങളിതാ ചേട്ടൻ്റെ പടക്കം അത് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇനിയിപ്പോൾ കമ്പത്തിൽ കത്തിക്കലും പടക്കം പൊട്ടിക്കലൊക്കെ ആയി.
അപ്പുറത്തേക്ക് അതിനെ കൊണ്ട് തുണി കൊണ്ട് കൊത്തി താഴ്ത്തിയുള്ളൂ അടിയത്തെ തൂണെടുക്ക് അല്ല എത്ര ഉണ്ടാവുള്ളൂ അങ്ങനെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് വന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ സൗണ്ടിന് എന്താ പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ധാവണിയെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ചൂടും കാര്യങ്ങളല്ലേ, അപ്പോൾ ഞാൻ ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചു. അമ്പലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വിഷു കോസ്റ്റ്യൂം. അപ്പോൾ ഞങ്ങളിവിടെ എന്താണ് തൊട്ടടുത്ത് തന്നെ കേട്ടോ അമ്പലം, കണ്ണമ്പ്ര പറയും. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ വീഡിയോസിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഞാൻ അമ്പലത്തേക്ക് പോകാം, എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കി കാണാം കേട്ടോ. ഓക്കെ, ഫോൺ തന്നോ? ഈ ഫോൺ കൈ കൊണ്ട് ടാറ്റാന്ന്. നമ്മളിത് അമ്പലത്തിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ തൊഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ഭയങ്കര തിരക്കായി കേട്ടോ. നമുക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷം, അതുപോലെ ഭയങ്കര ഉഷാറായിരിക്കില്ല അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് ഈ അമ്പലത്തിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ, കാരണം അവിടെ ഒരു ആലിൻ്റെ മരം, അതുപോലെ തന്നെ നല്ല രസമായിട്ട് നമുക്ക് അവിടെ നിൽക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു പറമ്പ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേല നടക്കാറുണ്ട്, അത് മെയ് മാസത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേലയ്ക്ക് നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങളുണ്ടായിരുന്നു കേട്ടോ. Come on guys, വരൂ.
കുണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി മാറണം. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയി ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും വിഷു അല്ലേ, അപ്പോൾ മുല്ലപ്പൂവൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ അമ്പലത്തിൽ തിരക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേഗം തൊഴുതാമെന്ന് വിചാരിച്ചു ഇനി. കാരണം എന്താ ടൈം ആവുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അങ്ങനെ ഞങ്ങളത് അമ്പലത്തൊക്കെ തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിട്ടോ. അപ്പോൾ എന്തായാലും വിഷു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും എനിക്ക് വീഡിയോസൊക്കെ എടുത്തത് അനിയത്തിയാണ് കേട്ടോ. അവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് തന്നെ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏട്ടൻ്റെ ഫ്രണ്ടിനെയും മോളെയും കണ്ടു കേട്ടോ. അപ്പോൾ അവരോട് സംസാരിച്ച് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വിഷു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരയ്ക്കും ബൈ.